നമ്മൾ ഇനി കോഴിക്കോടേക്കൊന്ന് പോവുകയാണ്. റഹ്മാനിയ HSS അവിടെ നിന്ന് രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, ഇപ്പോൾ നമ്മൾ സലീം പറഞ്ഞത് അല്ലെങ്കിൽ സലീമിനടുത്ത് നിന്ന കുട്ടികൾ എല്ലാവരും തന്നെ വലിയ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാര്യം അവർക്ക് ഉള്ളിൽ ഒരു ആശങ്കയൊക്കെ ഉണ്ടെങ്കിലും ഒരു പക്ഷേ അവർ നന്നായി പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നുള്ള പ്രതീക്ഷ തന്നെയായിരിക്കാം. പക്ഷേ അധ്യാപകരൊക്കെ തന്നെ വലിയ ടെൻഷനിലാണ്. അവിടെ നിന്ന് എങ്ങനെയാണ്, അവിടെ കുട്ടികളുടെ ഒരു പ്രതികരണങ്ങൾ എങ്ങനെയാണ്? രാഹുൽ, അവിടെ കുട്ടികൾ കൂടുതലുണ്ടോ? രാഹുൽ എവിടെ നിൽക്കുന്നത്? ഈ റഹ്മാനിയ സ്കൂളിന് മുന്നിൽ തന്നെയാണോ നിൽക്കുന്നത്? അവിടുത്തെ കുട്ടികളുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ് രാഹുൽ? സ്മിത, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ വിദ്യാർത്ഥികൾ ഒത്തിരി വിദ്യാർത്ഥികൾ എത്തിയില്ലെങ്കിൽ കൂടി കുറച്ച് വിദ്യാർത്ഥികളുണ്ട്. അവരുടെ മുഖത്ത് ആ റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അത് ദൃശ്യമാണ്. ചിരിയാണെങ്കിൽ കൂടി അവരുടെ നെഞ്ചിലൊരു ഇടിപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സ്കൂളിലാകെ 476 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം A+കൾ കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികളുള്ള ഒരു സ്കൂളാണ് റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂൾ. അതുകൊണ്ട് ഇത്തവണയും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂൾ ഉള്ളത്. നമുക്ക് വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇനി ഏതാണ്ട് 15 മിനിറ്റേ ഉള്ളൂ നിങ്ങളുടെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്. എന്താണ്? നല്ല പേടിയുണ്ട്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, റിസൾട്ട് ഇപ്പൊ തന്നെ വരുമല്ലോ. എന്താ? നല്ല പേടിയുണ്ട്, നല്ല ടെൻഷൻ ഉണ്ട്. ഏതായിരുന്നു സബ്ജക്ട്? ഏതായിരുന്നു? കമ്പ്യൂട്ടർ സയൻസ്. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, എളുപ്പമായിരുന്നു. എളുപ്പമായിരുന്നു, പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും ഒരു ടെൻഷൻ. ഇനി എന്താ, ഈ റിസൾട്ട് വന്നു, ജയിച്ചു, എന്താണ് ഇനി അടുത്ത പരിപാടി? എന്തായിരിക്കും? നീറ്റ് നോക്കാം. നീറ്റ് നോക്കാം. റിസൾട്ട് വന്നു എന്ന് പറയുവാണോ വീട്ടിൽ വിളിച്ചിട്ട്? അല്ലല്ലോ, വെറുതെ വിളിക്കാം. നമുക്ക് അധ്യാപകരുടെ ചില പ്രതികരണങ്ങളിലേക്ക് പോകാം. അപ്പോൾ പ്രിൻസിപ്പൽ ആണ്, റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സാർ, എങ്ങനെയാണ് നമ്മളുടെ പ്രതീക്ഷ? കാരണം മുൻ വർഷങ്ങളിലൊക്കെ വലിയ വിജയം നേടിയ ഒരു സ്കൂളാണ്. വിദ്യാർത്ഥികളെല്ലാം തന്നെ അവരുടെ ഭയം ഉണ്ടെന്ന് പറയുമ്പോൾ പോലും അവർക്ക് ആത്മവിശ്വാസത്തിലാണ്. എന്താണ് സാറിന് ഈ വിഷയത്തിൽ? ഞങ്ങൾ എല്ലാവരും വളരെ ആത്മവിശ്വാസത്തിലാണ്. കാരണം കഴിഞ്ഞ 6 വർഷമായിട്ട് ഞങ്ങൾ സംസ്ഥാനത്ത് 1ാം സ്ഥാനത്താണ് ഫുൾ A+ കൗണ്ടിൻ്റെ കാര്യത്തിൽ. ഈ വർഷവും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട്, കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഫസ്റ്റ് ഇയറിലെ കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ 476 കുട്ടികൾ 8 ബാച്ചിലായിട്ട് പരീക്ഷ എഴുതിയപ്പോൾ അതിൽ 240 കുട്ടികൾ ഫുൾ A+ വാങ്ങിയ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഈ തവണയും നമ്മൾ സംസ്ഥാനത്ത് A+ കൗണ്ടിൻ്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത് എത്തുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് എല്ലാവരും നിൽക്കുന്നത്. അല്ല, ഇവർ +1 പരീക്ഷ എഴുതിയപ്പോൾ 100% ആയിരുന്നു, അതോ? +1 പരീക്ഷ സമയത്ത് 240 കുട്ടികൾ ഫുൾ A+ വാങ്ങിച്ച കുട്ടികളുണ്ട്. 100% റിസൾട്ട് എത്തിയിട്ടില്ല. അതേ സ്ഥാനത്ത് 8 കുട്ടികൾ ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫുൾ മാർക്ക് കിട്ടുന്ന കുട്ടികളെ നമ്മൾ ഇപ്പോൾ തവണ പ്രതീക്ഷിക്കുന്നുണ്ട്. പരീക്ഷ എങ്ങനെയായിരുന്നു മൊത്തത്തിൽ? കുട്ടികൾ നല്ല അഭിപ്രായമായിരുന്നു പരീക്ഷ കഴിഞ്ഞ സമയത്ത് പറഞ്ഞത്. നല്ല ആത്മവിശ്വാസമാണ്. കാരണം വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന മക്കളാണ്. അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളുടെ സപ്പോർട്ട് വളരെ നന്നായിട്ടുണ്ടാവാറുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, അതുപോലെ തന്നെ PTA ഭാഗത്തുനിന്ന്, അതെല്ലാം ഉപരി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന അധ്യാപകർ, കൂട്ടായിട്ട് വളരെ ഒത്തമയോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്ന അധ്യാപകരും നല്ലൊരു ടീം വർക്കായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നല്ല റിസൾട്ട് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്മിത, ഇപ്പോൾ 3:45 ആയിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റാണ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നത്. 15 മിനിറ്റിനുള്ളിൽ തന്നെ ആ റിസൾട്ട്, കാത്തിരുന്ന റിസൾട്ട് 15 മിനിറ്റിനുള്ളിൽ തന്നെ പുറത്തു വരും. ആകെ ഇവിടെ 8 ബാച്ചുകളാണ് ഉള്ളത്. അതിൽ കമ്പ്യൂട്ടർ സയൻസ് 3 ബാച്ച്, ബയോളജി സയൻസ് 3 ബാച്ച്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഓരോ ബാച്ചുകൾ, അങ്ങനെ ആകെ 8 ബാച്ച് വിദ്യാർത്ഥികളാണ്. അങ്ങനെയാണ് ആകെ 476 പേർ പരീക്ഷ എഴുതിയിട്ടുള്ളത്. എന്നാണെങ്കിലും എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. ആ റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കമുള്ള റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാവരും. സ്മിത, ശരി. രാഹുൽ സുരേഷാണ് വിവരങ്ങളുമായി ചേർന്നത്. കോഴിക്കോട് നിന്ന് സലീം മാലിക്കുമൊപ്പം ചേരുകയുണ്ടായി. കൂടുതൽ വിശദാംശങ്ങളിലേക്ക്, റിപ്പോർട്ടുകളിലേക്കെല്ലാം തന്നെ നമ്മൾക്ക് തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.